അപ്പോൾ സ്മെക്കിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ഇനീഷ്യൽ തോട്ട് സ്മെക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി അത് വേണം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബാക്ക്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾട്ടർ ആയിട്ടാണ് ഇറങ്ങിയത്. അതറിയേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്ത് കോളേജിലെ സ്റ്റാഫൊക്കെ മോശമാണ് പറയുന്നത്. കോളേജിലെ സ്റ്റാഫ് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ അടിപൊളിയായിട്ട് പറഞ്ഞത് അവർ വലിയ പേരല്ല. കുറെ നല്ല സ്റ്റാഫ്സ് ഉണ്ട്. ഞാൻ അതെടുക്കില്ല നമ്മൾ കോളേജിൽ അനിയും പഠിക്കുന്നതോ ആണോ? തീരുമാനം. എൻ്റെ പേര് പാർവതിയാണ്. ഞാൻ വരുന്നത് ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ലയിലാണ്. ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഞാൻ ഒരു കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തു. ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി എൻ്റെ ഒരു സീനിയർ ഇവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാവരെയും പറ്റി നല്ല രീതിയിൽ പറയും അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ഡിസിഷൻ. വളരെ നല്ലതായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാഫ്സ് എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ച കോളേജിലെ സ്റ്റാഫ്സിനെ കാട്ടി വളരെ നല്ല രീതിയിൽ ഓരോ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിച്ച കോൺസെപ്റ്റ് എനിക്ക് അവിടെ മനസ്സിലാവാത്തവരെ ഇവിടെ പഠിച്ചപ്പം വളരെ നല്ല ക്ലിയറായി മനസ്സിലായി. ഞാൻ സ്മെക്കിൽ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഒത്തു വന്നു, ഞാൻ പ്ലേസ്ഡ് ആയി. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എനിക്ക് എന്തുകൊണ്ടും ബർത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോടിപ്പം ആരെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫർ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് മെക്ക് തന്നെ.